വെൽക്കം ബാക്ക് ടു ജിനോ ടെക് വ്ലോഗ്സ്. ടെക് അപ്ഡേറ്റ്സിൻ്റെ എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. സോ ഈ കഴിഞ്ഞ വീക്കുകളിലായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. ഈ ചാനലിൻ്റെ പേര് ജിനോ ടെക് വ്ലോഗ്സ് എന്നാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടിപൊളി വീഡിയോസ് ആയിരിക്കും ഈ ഒരു ചാനൽ വരുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ ഈ ഒരു മന്തിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ സ്കോഡ കൈലാക്കിനെ പറ്റി പറയാം. ഒരു സബ് കോമ്പാക്ട് SUV ഇറക്കിയിരിക്കുകയാണ്. 7.89 ലക്ഷം രൂപ മുതലാണ് ഇതിൻ്റെ ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കുഷാക്കിൻ്റെ ഒക്കെ ഒരു അനിയനായിട്ട് വരും. കാണുമ്പോൾ കാഴ്ചയിൽ ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. എന്നിരുന്നാലും കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് ഒരു 10 lakhs താഴെയൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സോട് കൂടിയിട്ട് ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്കോഡ കൈലാക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ സ്കോഡയുടെ തനതായിട്ടുള്ള ആ ഒരു ഗ്രില്ലോടുകൂടി വന്നിട്ടുള്ള നല്ലൊരു അത്യാവശ്യം കാണാനും അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരിക്കുന്ന രീതിയിലുള്ള ഒരു SUV ആയിരിക്കും സ്കോഡ കൈലാക്ക്. ഇനി സ്കോഡ കൈലാക്കിൻ്റെ ഒരു ഫോക്സ് വാഗൺ വേർഷനും കൂടി വരാനുള്ള സാധ്യത പറയുന്നുണ്ട്. അതിൻ്റെ പേര് ടെറ എന്നായിരിക്കും. സോ ഡിസൈനിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ സെയിം ആവാനാണ് സാധ്യത. ഇനി പറയാൻ പോകുന്ന ന്യൂസ് കേട്ട് വാഹന ലോകം തന്നെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം മാരുതി സുസുക്കിയുടെ ഡിസയർ 2024 ഗ്ലോബൽ എൻകാപ്പ് ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ സേഫ്റ്റി ലഭിച്ചിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ കൂടെ ചൈൽഡ് സേഫ്റ്റി ആയിട്ട് 4 സ്റ്റാർ സേഫ്റ്റിയും ലഭിച്ചിട്ടുണ്ട്. സോ മാരുതിയുടെ ആദ്യത്തെ ഒരു വണ്ടിയായിരിക്കും ഈ പറയുന്ന പോലെ 5 സ്റ്റാർ സേഫ്റ്റി കിട്ടുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത്. സോ ഓൾറെഡി നല്ല കസ്റ്റമേഴ്സ് ഉള്ള മാരുതി സുസുക്കിക്ക് റിലയബിളും അഫോർഡബിൾ ആയിട്ടുള്ള കാറുകളാണുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു 5 സ്റ്റാർ സേഫ്റ്റി കിട്ടുമ്പോൾ എന്തായാലും ഇനി അവർ ഒരുപാട് സെയിൽസ് കളക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഹീന്ദ്ര താർ റോക്സ് ഒരു പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. 60 മിനിറ്റിനുള്ളിൽ 1,70,000 യൂണിറ്റ്സ് ആണ് അവർ ബുക്കിംഗ് കിട്ടിയത്. ഭയങ്കര റെക്കോർഡാണ്. സോ അത്രയധികം നമ്മുടെ താർ റോക്സ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണിത്. കാരണം താർ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് എല്ലാവർക്കും. പക്ഷേ അതൊരു ഫാമിലി കാറായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഡോർ മാത്രമുള്ളൂ, 3 ഡോർ മാത്രമുള്ള വേർഷൻ ആയതുകൊണ്ട് ആൾക്കാർക്ക് എടുക്കാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് 5 ഡോർ വേർഷൻ ആകുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടി അക്സെപ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബുക്കിംഗ് 60 മിനിറ്റിൽ ഇത്രയധികം ബുക്കിംഗ് വരാനുള്ള കാരണം. പിന്നീട് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ EV കാറുകൾ വളരെ ലോ പ്രൈസിൽ വാങ്ങിക്കാനായിട്ട് നമ്മുടെ MG BAS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീം പുറത്തിറക്കിയിരുന്നു റീസെൻ്റ്ലി. നമ്മുടെ പുറത്തെ രാജ്യങ്ങളൊക്കെ ഓൾറെഡി ആ ഒരു സ്കീം ഉണ്ട്, ടെസ്റ്റിലൊക്കെ ചെയ്യുന്നതാണ്. സോ ആ ഒരു സ്കീം വഴി നമുക്ക് നമ്മുടെ ഇലക്ട്രിക് കാറുകൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എടുക്കാൻ സാധിക്കും. അതായത് നമ്മൾ വാഹനത്തിന് മുഴുവൻ EMI കൊടുക്കാതെ ബാറ്ററിക്ക് മാത്രം EMI കൊടുക്കുന്ന ഒരു സ്കീമാണത്. കാരണം നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് നമ്മുടെ ബാറ്ററികൾക്കാണ്. സോ ബാറ്ററിക്ക് ഏറ്റവും കുറഞ്ഞ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുന്നു, പിന്നീട് അത് EMI ആയിട്ട് അടച്ചു തീർക്കുന്ന ഒരു പരിപാടിയാണ് ബാസ് എന്ന് പറയുന്നത്. സോ അത് കുറച്ചുകൂടിയൊക്കെ ഇന്ത്യയിൽ ജനപ്രീതി നേടി എന്നുള്ളതിൻ്റെ രീതിയിലാണ് അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് EV കാറുകൾ വളരെ ലോ പ്രൈസിൽ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MGയുടെ ബാസ് വഴി MG കാറുകൾ സ്വന്തമാക്കാവുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ള വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് ഒരു ഇലക്ട്രിക് ബൈക്ക് ഇറക്കിയിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ന്യൂസാണ്. കുറച്ച് കാലം മുന്നൊക്കെ അവർ ഇതിൻ്റെ പാറ്റൻ്റ് എടുത്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിയൽ രൂപം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൻ്റെ പേര് ഫ്ലൈയിങ് ഫ്ലീ C6 എന്നാണ്. അതൊരു സീരീസാണ്. അതിൽ ഒരുപാട് ബൈക്കുകൾ ഇനി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ബൈക്കാണ് ഈ കാണുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് എനിക്ക് ഈ ഡിസൈൻ മുഴുവനായിട്ട് ഇഷ്ടപ്പെട്ടില്ല. സൈഡ് പ്രൊഫൈൽ ഓക്കെയാണ്, പക്ഷേ ഫ്രണ്ടിൽ നിന്നും അതുപോലെ ടോപ്പ് സൈഡിൽ നിന്നും ബാക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വളരെ സ്ലീക്ക് ആയിട്ടാണ് തോന്നുന്നത്. ഇതൊരു സ്ലീക്ക് ആയിട്ടുള്ള സ്ക്രാംബ്ലറാണ് ആക്ച്വലി. കുറച്ചുകൂടി വിൻറ്റേജ് ലുക്കാണ് അവർ ഫോളോ ചെയ്തതെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഒരു പക്ഷേ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടുമായിരിക്കാം, അല്ലെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കാം. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഇലക്ട്രിക് ബൈക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു EV എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഇനിയും കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള കാര്യം മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മാരുതി സുസുക്കി അവരുടെ ഫസ്റ്റ് ഇലക്ട്രിക് കാറ് ഇറക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ പരീക്ഷണാർത്ഥം മുൻപും പല വണ്ടികൾ ഇലക്ട്രിഫൈ ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇതിപ്പോൾ ഫസ്റ്റ് ഒരു പ്രൊഡക്ഷൻ ലൈനിലേക്ക് ഒരു വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വണ്ടിയുടെ പേര് വിറ്റാര എന്നാണ്. EVX എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നതെന്ന് പറഞ്ഞത്. EVX ലോഞ്ച് ചെയ്യുന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ കേട്ടിരുന്നത്. പക്ഷേ അതൊരു EVX പ്ലാറ്റ്ഫോമിലുള്ള മറ്റൊരു വാഹനമാണ് വിറ്റാര എന്ന് പറഞ്ഞിട്ടുള്ളത്. കാഴ്ചയിൽ നമ്മുടെ ബ്രിസാന കുറച്ചുകൂടി വലുതാക്കിയ പോലെ ഉണ്ട്. സൈഡിൽ നിന്ന് നമ്മുടെ പഞ്ചിൻ്റെ ഒക്കെ ചെറിയ ലുക്ക് ഉണ്ട്. അങ്ങനെ കുറേ വണ്ടികളുടെ ലുക്കൊക്കെ ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു വാഹനം എന്ന് പറയേണ്ടി വരും. നമ്മുടെ ഡയമെൻഷൻ വൈസ് നോക്കുകയാണെങ്കിൽ 4275 mm ഇതിന് വാഹനത്തിന് ലെങ്ത്ത് വരുന്നുണ്ട്. നമ്മുടെ ബ്രസേങ്കാലും കുറച്ചുകൂടി ലെങ്ത്ത് കൂടുതലാണ്. പിന്നെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 61 kWh ബാറ്ററി യൂണിറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരു 400 കിലോമീറ്ററൊക്കെ റേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. പ്രൈസ് ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എവിടെയും റിവീൽ ആയിട്ടില്ല. അതുപോലെ 135 kW പവറും 300 Nm ടോർക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് അത്യാവശ്യം നല്ലൊരു പവർ
പവർ ഫിഗേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ എന്തായാലും നല്ലൊരു പെർഫോമൻസുള്ള ഒരു EV ആയിരിക്കും, അത്യാവശ്യം അഫോർഡബിൾ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല റിലയബിൾ ആയിരിക്കും. മാരുതി സുസുക്കി ആകുമ്പോൾ എന്തെങ്കിലും ഒരു വണ്ടി ഇറക്കിയിട്ട് മാരുതി എന്നങ്ങോട്ട് ബാഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിക്കാനുണ്ട്. കാരണം അത്രയധികം നമ്മുടെ കസ്റ്റമർ വിശ്വസിച്ച് പോകുന്ന ഒരു ബ്രാൻഡാണ് മാരുതി എന്ന് പറയുന്നത്. സോ അവരുടെ ഒരു EV ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് ടാറ്റയ്ക്ക് നല്ലൊരു ഒരു ചാലഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് പറയാനുള്ളത് നമ്മുടെ റോയൽ എൻഫീൽഡ് വീണ്ടും ഒരു 650cc ബൈക്ക് ഇറക്കിയിരിക്കുകയാണ് ഗൈസ്. എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നി ഈ ബൈക്കിന്. അത് ഏതാ ബൈക്ക് എന്നല്ല, നമ്മുടെ ക്ലാസിക്കിൻ്റെ ഒരു 650cc ബൈക്കാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. ഓൾറെഡി നമ്മുടെ ഇൻ്റർസെപ്റ്റർ ഉണ്ട്, കോണ്ടിനെൻ്റൽ GT ഉണ്ട്, ഷോർട്ട് ഗൺ 650 ഉണ്ട്, സൂപ്പർ മെറ്റോർ 650 ഉണ്ട്. റീസെൻ്റ്ലി ബെയർ 650 എന്ന് പറഞ്ഞ ബൈക്ക് ഇറക്കിയിരുന്നു. ഇപ്പോൾ ഇതേ അതിൻ്റെ കൂടെ നമ്മുടെ ക്ലാസിക് 650 ഇറക്കി. അപ്പോൾ എനിക്ക് മറ്റേ കോണ്ടിനെൻ്റൽ GT കഴിഞ്ഞതിന് ശേഷം 650cc സെഗ്മെൻറ്റിൽ ഒരുപാട് ഇഷ്ടം തോന്നി നമ്മുടെ ക്ലാസിക് 650 ഇറങ്ങിയപ്പോഴാണ്. ഇതൊരു ട്വിൻ സിലിണ്ടർ എഞ്ചിൻ ആയിരിക്കും, അതുപോലെ തന്നെ 2 സൈലൻസറൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് കാണാൻ നല്ല ഹെവി ലുക്ക് ആയിരിക്കും തോന്നുന്നു. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വണ്ടി ഭയങ്കര ഹെവിയർ ആവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും വണ്ടി അടിപൊളിയാണ്. പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ UK-ലും യൂറോപ്പിലും ഇത് സെയിൽസ് തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാം പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഒബൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് കുറച്ച് കാലം മുന്നേ റോർ എന്ന് പറഞ്ഞിട്ടൊരു ഇലക്ട്രിക് ബൈക്ക് ഇറക്കിയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ആ ബൈക്കുകൾ 2 ഇറക്കി പിന്നെ കുറേ കാലം അത് വെച്ചിട്ട് പിന്നെ തീരെ ഇല്ലാതെയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ കുറച്ചും കൂടി അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒബൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റോർ എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്കിൽ ഒരു അപ്ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. കുറച്ചുകൂടി കളർ സ്കീമും ഡിസൈനൊക്കെ മാറ്റി കുറച്ചുകൂടി ഫ്രണ്ട് സസ്പെൻഷൻ ട്രാവലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഒരു ബൈക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചിട്ടുള്ള പരിപാടി തന്നെയാണ്. പിന്നെ അതിന് റേഞ്ചായിട്ട് ഏകദേശം 110 കിലോമീറ്റർ ഏറ്റവും ലോ വേരിയൻറ്റിലും ഹൈ വേരിയൻറ്റിന് ഏകദേശം 145 കിലോമീറ്ററും റേഞ്ച് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ എന്തായാലും നല്ലൊരു ബൈക്കായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാനത് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ റിവ്യൂ ഉണ്ട് അതിൻ്റെ, നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര സിയാസ് എന്ന് പറഞ്ഞ വാഹനങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാരുതി സുസുക്കിയുടെ ഷോറൂമിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓഫറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏകദേശം ഒരു 50,000 റേഞ്ചിലൊക്കെ ഓഫറുകൾ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. മേ ബി നമ്മുടെ ദിവാലി ഫെസ്റ്റിവൽസ് ഒക്കെ വന്നതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ആ ഒരു ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെ കിയയുടെ ഒരു കോമ്പാക്ട് SUV ആയിട്ടുള്ള സൈറോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാഹനം വരാനുള്ള പ്ലാൻ ഉണ്ട്. ഏകദേശം നമ്മുടെ EV9 അല്ലെങ്കിൽ നമ്മുടെ കാർണിവലിൻ്റെ ഒക്കെ ഒരു ലുക്കിലാണ് ആ ഒരു സംഭവം വരുന്നത്. അപ്പോൾ എന്തായാലും വാഹനം കാണുമ്പോൾ ചെറിയൊരു ഡിസൈൻ ലീക്സ് ഒക്കെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ നല്ല രസമുണ്ട്. എന്തായാലും നല്ലൊരു വണ്ടിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹീറോ അവരുടെ പുതിയ എക്സ്പൾസ് പുറത്തിറക്കിയിരിക്കുകയാണ്. നമ്മുടെ കരീസ്മയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ 210cc എഞ്ചിൻ വെച്ചിട്ടായിരിക്കും പുതിയ എക്സ്പൾസ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ അവരുടെ കരീസ്മ 210cc മാറ്റിയിട്ട് 250cc അപ്ഗ്രേഡ് ചെയ്തിട്ടും ഇറക്കിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ ഡിസയർ 2024 ലോഞ്ച് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അവർക്കൊരു റിവെഞ്ച് എന്നുള്ള പോലെ നമ്മുടെ ഹോണ്ട അവരുടെ അമേസിൻ്റെ ഡിസൈൻ ഒന്ന് ചെറുതായിട്ട് ടീസ് ചെയ്തിരിക്കുകയാണ്. സോ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഒരാൾ ഒരു സാധനം ഇറക്കുമ്പോൾ അതിനെ അടിക്കണ പോലത്തെ മറ്റൊരു സാധനം ഇറക്കിയിരിക്കുകയാണ്. എന്തായാലും ഒരു ഭയങ്കര ഒരു കോമ്പറ്റീഷൻ മൈൻഡായി ഇപ്പോൾ. ഇനിയിപ്പോൾ മാരുതി ഡിസയർ ആണോ അല്ലെങ്കിൽ ഹോണ്ട അമേസ് ആണോ എന്നുള്ള കാര്യത്തിൽ രണ്ടും നേരിട്ട് വന്നാലാണ് അറിയാൻ പറ്റുള്ളൂ. ഡിസംബർ 4-ാം തീയതി അമേസ് വരുന്നുണ്ടെന്നാണ് പറയണത്. എനിക്ക് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അമേസ് ഓൾറെഡി ഇറക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ മാരുതി ഡിസയർ ഇറക്കിയപ്പോൾ പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ട് ഒരു ടീസിങ് നടത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ടീസറിൽ കണ്ടുള്ള ആ ഒരു ലുക്ക് വെച്ചിട്ട് എന്തായാലും ഡിസയർ നമ്മുടെ അമേസ് കുറച്ചുകൂടി ആ ഒരു ഫ്രണ്ട് ബോണറ്റ് കുറച്ചുകൂടി താഴ്ത്തിയിട്ടുള്ള രൂപത്തിലായിരിക്കും വരാൻ ചാൻസ്. ആ ഒരു ബോക്സി ഡിസൈൻ ചെറുതായിട്ട് വിട്ടുമെന്ന് തോന്നുന്നു അവർ ആ ഒരു ഫിഗർ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും നേരിട്ട് കാണുമ്പോൾ അറിയാം. അപ്പോൾ എന്തായാലും നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും ഈ ഒരു 2 വാഹനം എന്ന് പറയുന്നത്. അതുപോലെ ടൊയോട്ടയുടെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു LC, അതായത് ഒരു ലാൻഡ് ക്രൂയിസറിൻ്റെ റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കൺസെപ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മേ ബി ആ ഒരു വാഹനം നമ്മുടെ ഇന്ത്യയിലേക്കും അവൈലബിൾ ആണുള്ള സാധ്യതകളുണ്ട്. ടോപ്പിൽ കുറച്ചുകൂടി സോഫ്റ്റ് ടോപ്പൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു വാഹനം വരുന്നത്. കാണാൻ നല്ല അടിപൊളി ലുക്കാണ്. എന്തായാലും നല്ല ഓഫ് റോഡിങ്ങിനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നല്ല അടിപൊളി വണ്ടി ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു LCയുടെ ഒരു മിനി വേർഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു LC എന്നുള്ള രീതിയിൽ ആ ഒരു വണ്ടി നല്ല ക്ലിക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ഒരു കാർ ബ്രാൻഡ്, അത്യാവശ്യം സ്പോർട്സ് കാറുകൾ SUVs ഒക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് ലോട്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോട്ടസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയിൽ ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂഡൽഹിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി മുതൽ നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ ലോട്ടസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വാഹനങ്ങൾ കൂടി കാണാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നമ്മുടെ സിറ്റോയിൻ്റെ അല്ലെങ്കിൽ സിട്രോയിൻ്റെ എയർ ക്രോസിൻ്റെ പുതിയൊരു കളർ വേരിയൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. 10.23 lakhs ആണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. എന്തായാലും കളർ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിറ്റോയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വാഹനങ്ങൾ സെയിൽസ് ഒക്കെ ഉണ്ട്. അതുപോലെ മഹീന്ദ്രയുടെ 2 ഇലക്ട്രിക് വാഹനങ്ങൾ, അതായത് BE6E അതുപോലെ XEV9E എന്ന് പറഞ്ഞിട്ടുള്ള 2 വാഹനങ്ങൾ
അതിൻ്റെ കുറേ കാലമായിട്ട് അതിൻ്റെ എന്താ പറയുക ലീക്ക്ഡ് വീഡിയോസൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അത് കവറപ്പ് ചെയ്തിട്ടുള്ള മോഡൽസ് ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ലോഞ്ച് ചെയ്തുകൊണ്ട് കാണുന്നുണ്ട്. ഐ മീൻ മാർക്കറ്റ് റോട്ടിലിറങ്ങി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു പോസ്റ്റർ ഒഫീഷ്യലി നമ്മുടെ മഹീന്ദ്ര ഒന്ന് ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മഹീന്ദ്ര EV ഫീൽഡിൽ നല്ല രീതിയിലുള്ളൊരു പിടിമുറുക്കാനുള്ള സാധ്യതകളുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള SUV രീതിയിലുള്ള വാഹനങ്ങളായിരിക്കും കൂടുതലും മഹീന്ദ്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, ഇലക്ട്രിക് ആണെങ്കിൽ പോലും. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടികൾ കാണാം. അതുപോലെ വാഹന ലോകത്തിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയാവുന്നത് ഇനി മുതൽ ഹൈഡ്രജൻ കാറുകളായിരിക്കാം. ഇപ്പോൾ EV ആണെങ്കിലും ഭാവിയിൽ ഹൈഡ്രജൻ കാറുകളായിരിക്കാം. FCEV കാറുകളായിരിക്കും, അതായത് ഫ്യൂവൽ സെൽ EV ചാർജ്. ഒരു EV കാറായിരിക്കും, ആ EV ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫ്യൂവൽ സെല്ലും കൂടി അതിൻ്റെ കൂടെ കൈപിടിച്ചിട്ടുണ്ടായിരിക്കും. അത്തരം വാഹനങ്ങളിലൊരു പുതിയൊരു കാൽവയ്പ് നടത്തിയിരിക്കുകയാണ് ഹ്യുണ്ടായി. കുറച്ച് കാലമായിട്ട് അവർ റിസർച്ച് നടത്തുന്നുണ്ട്. ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള എമിഷനൊക്കെയാണ് അതൊന്ന് വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ ഹ്യുണ്ടായുടെ ഇനീഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ മാതിരി FCEV ആണ്, അതായത് ഫ്യൂവൽ സെൽ EVകളായിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക് വണ്ടികളായിരിക്കും. അതിൻ്റെ കൂടെ ഇലക്ട്രിക് വണ്ടികൾ ഇവിടെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ടെൻഷൻ പിന്നെ വേണ്ടി വരില്ല. ഇതുപോലുള്ള ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ച് നമുക്കത് ചാർജ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീക്കിലെ മെയിനായിട്ടുള്ള ടെക് അപ്ഡേറ്റ്സുകൾ. ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു വീക്കിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ന്യൂസുകളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സുകൾ അതിന് തരാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കും. നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ടെക് റിവ്യൂ വീഡിയോയുമായിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ. സൈനിങ് ഓഫ് ജിനോ ടെക് വ്ലോഗ്സ്.